പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിൽ സംസാരിച്ചു. പശ്ചിമേഷ്യയിലെ നിലവിലെ യുദ്ധ സാഹചര്യം ചർച്ച ചെയ്ത പ്രധാനമന്ത്രി സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ തുടരുമെന്ന് വ്യക്തമാക്കി. നിഷ്കളങ്കരായ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നതും സിവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നതുമായ എല്ലാത്തരം ആക്രമണങ്ങളെയും ഇന്ത്യ ശക്തമായി അപലപിക്കുന്നതായും മോദി അറിയിച്ചു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദിനെ സഹോദരൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രസിഡന്റിനും ജനതയ്ക്കും പെരുന്നാൾ ആശംസകൾ നേർന്നതായും പ്രധാനമന്ത്രി അറിയിച്ചു. പശ്ചിമേഷ്യൻ മേഖലയിലെ സുരക്ഷാ കാര്യങ്ങളിൽ ഇന്ത്യയും യുഎഇയും കൈകോർത്ത് പ്രവർത്തിക്കുമെന്നും മോദി നെഹ്യാൻ ചർച്ചയിൽ തീരുമാനമായി. ആഗോള വ്യാപാരത്തിൽ നിർണായകമായ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതവും നയതന്ത്രവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. മേഖലയിൽ എത്രയും വേഗം സമാധാനവും സ്ഥിരതയും സുരക്ഷയും തിരിച്ചുകൊണ്ടുവരുന്നതിനായി ഇന്ത്യയും യുഎഇയും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ഇരു നേതാക്കളും ഉറപ്പു നൽകി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അതീവ പ്രാധാന്യത്തോടെയാണ് ഈ നയതന്ത്ര ചർച്ചയെ ലോകം ഉറ്റുനോക്കുന്നത്. ഏഷ്യയുടെ ഊർജ്ജ വിപണി ചലിക്കുന്നത് ഹോർമൂസിനെ ആധാരമാക്കിയാണെന്ന് പറഞ്ഞാലും തെറ്റില്ല. അക്ഷരാർത്ഥത്തിൽ ഏഷ്യൻ ഊർജ്ജ വിപണിയുടെ ഹൃദയം തന്നെയാണ് ഹോർമൂസ് കടലിടുക്ക്. ഇസ്രായേൽ ഇറാൻ യുദ്ധം തുടങ്ങിയ ശേഷം ഹോർമൂസിലൂടെ കപ്പലുകൾ സഞ്ചരിക്കുന്നത് ചൈനയിലേക്ക് മാത്രമാണ്. ഇറാന്റെ ക്രൂഡ് ഓയിലിന്റെ 91% കയറ്റുമതിയും ചൈനയിലേക്കാണ്. സിറിയ, യുഎഇ, വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് ബാക്കിയുള്ള എണ്ണയുടെ കയറ്റുമതി. ഇത് സ്ഥിരം വിപണിയൊന്നുമല്ല, ആവശ്യകതയ്ക്കനുസരിച്ച് നടക്കുന്ന വ്യാപാരം മാത്രമാണ്. ചൈനീസ് വിപണിയെ വലിയ തോതിൽ ആശ്രയിച്ചാണ് ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങൾ കഴിയുന്നത്. ചൈനയിലേക്കുള്ള ഇറാന്റെ ക്രൂഡ് ഓയിൽ വിതരണം തടസ്സപ്പെട്ടാൽ അത് ഏഷ്യയെ ആകെ ബാധിക്കുമെന്ന് ചുരുക്കം. ചൈനയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി $113.5 ബില്യൺ കയറ്റുമതി $14.3 ബില്യൺ. യുദ്ധം ഫെബ്രുവരി 28 തുടങ്ങിയതിനു ശേഷം മാർച്ച് 10 വരെയുള്ള കണക്കുകൾ പ്രകാരം ഹോർമൂസിലൂടെ ഇറാനിൽ നിന്ന് 11.7 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇത് മുഴുവൻ ചൈനയിലേക്കാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യ ഇറാനെ ഇക്കാര്യത്തിൽ നേരിട്ട് ആശ്രയിക്കുന്നില്ല. ചൈനയ്ക്ക് ഇറാനുമായി രാഷ്ട്രീയവും നയതന്ത്രപരവുമായി വളരെ ശക്തമായ ബന്ധമാണ് ഉള്ളത്. സൈനികമായ ബന്ധം ആയുധ കൈമാറ്റത്തിൽ ഒതുങ്ങുന്നു. ഇറാനു പുറമെ ഹൂതികൾക്കും ചൈന ആയുധങ്ങൾ എത്തിക്കുന്നതായി ആരോപണമുണ്ട്. എന്നാൽ ഇറാൻ ആയുധങ്ങൾ ഭൂരിഭാഗവും തദ്ദേശീയമായി നിർമ്മിച്ചതോ റഷ്യൻ നിർമ്മിതവുമാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന രാഷ്ട്രീയ നിരീക്ഷകരുമുണ്ട്. മേഖലയിൽ സൈനികമായി നേരിട്ടുള്ള ഇടപെടലുകൾ ചൈന നടത്തുകയില്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അത്തരത്തിലുള്ളതല്ല. ചൈന ഒരു ഉപഭോക്തൃ ബന്ധം നിലനിർത്താൻ മാത്രമാണ് ശ്രമിക്കുന്നത്. നിലവിൽ ഇറാനെ ചൈന സഹായിക്കുന്നത് എണ്ണ വാങ്ങിക്കുന്നത് തുടർന്നുകൊണ്ടായിരിക്കും. മറ്റൊന്ന് ട്രംപിന്റെയും ഇസ്രായേലിന്റെയും പ്രധാന ആവശ്യമായ ഭരണമാറ്റം അംഗീകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇക്കാര്യങ്ങളിൽ ചൈന ഔദ്യോഗികമായി തന്നെ നിലപാടെടുത്തിട്ടുണ്ട്. എന്നാൽ ചൈനയും ഇറാനും തമ്മിൽ ഇതുവരെയും ഏതെങ്കിലും സുരക്ഷാപരമായ ഉറപ്പുകൾ പരസ്പരം നൽകുന്ന കരാറുകളിലേക്ക് എത്തിയിട്ടില്ല. ചൈന അതിൽ നിന്ന് മനഃപൂർവ്വം മാറി നിൽക്കുന്നു എന്ന് വേണം പറയാൻ. ചുരുക്കത്തിൽ ചൈനയടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങൾ പശ്ചിമേഷ്യയിൽ ഒരു സംഘർഷം ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വസ്തുത. സംഘർഷത്തിൽ നേരിട്ട് ചെന്നിടപെട്ട് അത് വലുതാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നയതന്ത്ര മാർഗങ്ങളിലൂടെ അത് തണുപ്പിക്കാനുള്ള വഴികൾ തേടുകയാണ്. കാരണം ഏഷ്യയുടെ ഊർജ്ജ വിപണിയുടെ ഹൃദയമിടിക്കുന്നത് പശ്ചിമേഷ്യയിലാണ്. ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ശക്തമായ ബോംബാക്രമണം നടത്തിയെന്ന് സൈന്യം വ്യക്തമാക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാന്റെ തീരപ്രദേശത്ത് ഏകദേശം 2268 കിലോഗ്രാം ഭാരമുള്ള ഭൂമിക്കടിയിലേക്ക് തുളച്ചുകയറാൻ ശേഷിയുള്ള ഡീപ് പെനട്രേറ്റർ ബോംബുകളാണ് പ്രയോഗിച്ചതെന്ന് സെൻട്രൽ കമാൻഡർ അറിയിച്ചു. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയുയർത്തുന്ന ഇറാന്റെ ക്രൂയിസ് മിസൈലുകളെ നശിപ്പിക്കാനാണ് ഈ സൈനിക നീക്കമെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയും ഇസ്രായേലും തങ്ങളുടെ രാജ്യത്തിനുമേൽ നടത്തുന്ന യുദ്ധത്തിന് തിരിച്ചടിയായി ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടിയിരുന്നു. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന കടലിടുക്കിലെ തടസ്സങ്ങൾ നീക്കി കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സൈനിക നടപടി അനിവാര്യമാണെന്ന തീരുമാനത്തിലേക്ക് എത്തി. അതേസമയം ഹോർമൂസ് സുരക്ഷിതമാക്കാൻ സഖ്യകക്ഷികൾ സഹകരിച്ചില്ലെങ്കിൽ നാറ്റോയുടെ ഭാവിയെ അത് മോശമായി ബാധിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. വിഷയത്തിൽ ചൈന സഹകരിക്കുമെന്ന് കരുതുന്നതായും മറിച്ചായാൽ ഈ മാസം അവസാനം നിശ്ചയിച്ചിട്ടുള്ള ചൈന സന്ദർശനം മാറ്റിവെക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി. മാർച്ച് 31 മുതൽ 3 ദിവസമാണ് ട്രംപിന്റെ ചൈന സന്ദർശനം നിശ്ചയിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.